ഹലോ, എന്തൊക്കെയുണ്ട് സുഹൃജനങ്ങളെ വിശേഷങ്ങൾ? എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് കരുതുന്നു. നമ്മളെ ഒരു വിഷയം സംസാരിക്കുമ്പോഴേ പുഞ്ചിരിയോടെ സംസാരിക്കുന്ന ആളുകളെ കുറിച്ച് ചിന്തിച്ച് നോക്കൂ. തുടങ്ങുമ്പോൾ ഒരു സംഭാഷണം തുടങ്ങുകയെന്ന് വിചാരിക്കുക. ഒരാളെ നമ്മൾ കാണുകയെന്ന് വിചാരിക്കുക, പുഞ്ചിരിയോടെ ഒരു ഹസ്തദാനം ചെയ്യാമെന്ന് വിചാരിക്കുക. അതിനൊരു സുഖമുണ്ട്. അതേസമയം ചില ആളുകളെ ഞാൻ കണ്ടിട്ടുണ്ട്, അവർ പുതിയതായിട്ടൊരാളെ കാണുകയാണെങ്കിൽ അവരുടെ മുഖത്ത് നിറയെ ആശങ്ക, ഒരുമാതിരി സംശയത്തോടുകൂടെ ഒന്ന് ചിരിക്കാൻ പോലും മറന്ന് അവർ യാന്ത്രികമായ രീതിയിൽ ഒരു സംഭാഷണം തുടങ്ങുന്നത്. അപ്പോൾ അത്തരത്തിൽ നമ്മൾ ഒരു ഫസ്റ്റ് ഇംപ്രഷൻ ഈസ് ദ ബെസ്റ്റ് ഇംപ്രഷൻ എന്ന് പറയുന്നത് കേട്ടിട്ടില്ലേ? അതേപോലെ ഒരു ചെറിയ ചിരിയോടുകൂടെ വളരെ വാമായിട്ട് ഒരാളോട് ഒരു ഹലോ പറയുമ്പോൾ തന്നെ വ്യക്തിത്വത്തിൻ്റെ ഒരു വേറിട്ട വീക്ഷണം അവിടുന്ന് സാധ്യമാകുകയാണ്. അപ്പോൾ നമ്മൾ നമ്മുടെ കുടുംബത്തെ സ്നേഹിക്കുന്നത് പോലെ തന്നെ സഹജീവികളായിക്കൊണ്ട് സമൂഹത്തെ സ്നേഹിക്കുന്ന ഒരു നിലപാടും നമുക്ക് വളരെയധികം അത്യാവശ്യമാണ്. ലോകമേ തറവാട് എന്ന സങ്കല്പത്തിലേക്കൊക്കെ പോവാതെ നമുക്ക് ഒറ്റയ്ക്ക് ഈ അണുകുടുംബ വ്യവസ്ഥിതിയിൽ ഇങ്ങനെ എന്താ പറയുക, ഒറ്റക്കൊമ്പിലെ കിളികളായിട്ട് ഇങ്ങനെ ജീവിക്കാനൊന്നും പറ്റില്ല. അതിൻ്റെ ഇമ്പാക്റ്റ് നമ്മളിൽ തന്നെയാണ് നിഴലിക്കുക. മനസ്സിലായിട്ടുണ്ടോ? അപ്പോൾ അതുകൊണ്ട് നമ്മൾ സമൂഹത്തെ ഒന്നായി കണ്ടുകൊണ്ട് ലോകത്തെ തന്നെ വലിയൊരു ക്യാൻവാസിൽ വരച്ചുകൊണ്ട് വേണം നമ്മൾ ഈ ജീവിതത്തെ ജീവിച്ച് തീർക്കാൻ എന്നുള്ളതാണ് എൻ്റെ ഒരു വിനീതമായ അപേക്ഷ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മൾ നമ്മുടെ വ്യക്തിത്വത്തിൻ്റെ വികാസത്തിന് വേണ്ടി എന്ത് വേണമെങ്കിലും നമുക്ക് ചെയ്യാൻ അധികാരമുണ്ട്. നമ്മുടെ ഉയർച്ചയ്ക്കും നിലനിൽപ്പിനും വേണ്ടി നമുക്ക് ഒരുപാട് മോഹങ്ങളുണ്ടാവാം, സങ്കല്പങ്ങളുണ്ടാവാം. അതിനു വേണ്ടിയിട്ട് നമുക്ക് അഹോരാത്രം പ്രയത്നിക്കാനുള്ള അവകാശവുമുണ്ട്, നമുക്കതിനുള്ള സ്വാതന്ത്ര്യവുമുണ്ട്. പക്ഷേ ആരും തീരുമാനിക്കാതെ തന്നെ നമ്മുടെ എല്ലാം സ്വാതന്ത്ര്യങ്ങൾക്ക് നമ്മൾ തന്നെ ഒരു അതിര് നിശ്ചയിക്കുന്നത് എപ്പോഴും നല്ലതാണ്. കാരണം ഈ സമൂഹത്തിലുള്ള ഏതാളെ കൊണ്ടാണ് എപ്പോഴാണ് നമുക്ക് ആവശ്യം വരിക എന്ന് പറയാൻ പറ്റില്ല. അവിടെ ജാതി മത വർഗ വർണ്ണ വ്യത്യാസങ്ങൾക്ക് അടിസ്ഥാനമാക്കി നമുക്ക് ഒരു തുരുത്തിൽ ജീവിക്കൽ നടക്കാത്ത സംഭവമാണ്. ഇപ്പോൾ എൻ്റെ തന്നെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളൊക്കെ എൻ്റെ ജാതിയിൽപ്പെട്ടവരല്ല. അപ്പോൾ അത്തരത്തിൽ വരുമ്പോൾ നമ്മൾ എന്തിനു തുനിയുമ്പോഴും നമ്മുടെ കുടുംബം പോലെ ഈ സമൂഹത്തിലെ എല്ലാ വിഭാഗങ്ങളെയും അകക്കണ്ണിൽ കാണണം. അല്ലെങ്കിൽ വരുന്ന വിപത്തുകളെ നേരിടാനുള്ള ആത്മബലം ചങ്കൂറ്റമൊക്കെ നമുക്കുണ്ടെങ്കിലും അതിനുള്ള പുതിയ ജനറേഷൻ്റെ അഹങ്കാരമുണ്ട്. എന്ത് വന്നാലും ഞാൻ നേരിടും, ഞാൻ നേരിട്ട് കളയാം എന്നൊക്കെയുള്ള ഒരാത്മവിശ്വാസം, ഒരു ഓവർ കോൺഫിഡൻസ് ഉണ്ട്. മനസ്സിലായിട്ടുണ്ടോ? അവർ ഈ സ്വാതന്ത്ര്യത്തെയും അവകാശങ്ങളെയും ഒക്കെ വേറിട്ട രീതിയിലാണ് ഇപ്പോൾ എൻ്റെ മക്കളടക്കമുള്ളവർ കാണുന്നത്. മനസ്സിലായോ? ആവിഷ്കാര സ്വാതന്ത്ര്യത്തെയും അങ്ങനെയാണ് കാണുന്നത്. കണ്ടോളൂ, നടത്തിക്കോളൂ. പക്ഷേ അതിൻ്റെ വരുംവരായികകൾ നിങ്ങൾക്ക് ബോധ്യമുണ്ടാകണം. പിന്നെ ആരെങ്കിലും ചോദ്യം ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ നമുക്ക് നേരെ വരുന്ന നിഷേധ സ്വരങ്ങളെ കണ്ടില്ലെന്ന് നടിക്കാൻ പറ്റില്ല. പിന്നെ നമ്മളൊരു പരിധിയിൽ കവിഞ്ഞ് ഉയർന്നു പോയ ആളുകളാണെങ്കിൽ സമൂഹം നമുക്കൊരു വിലയിട്ടിട്ടുണ്ടെങ്കിൽ ആ വില കുറയാതിരിക്കണമെങ്കിൽ അതിനനുസരിച്ച പ്രവൃത്തികൾ നമ്മുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകേണ്ടി വരും. അതിലെ മൂല്യശോഷണം സംഭവിച്ചാൽ നമ്മൾ ഭയങ്കര വലിയ ചോദ്യശരങ്ങളെ തന്നെ നേരിടേണ്ടി വരും. അപ്പോൾ ഇപ്പോൾ എത്ര ചെറിയ നിലയിലുള്ള ഒരാളാണെങ്കിലും അവരെ വലിയൊരു നിലയിലേക്ക് എത്തിയിട്ടുണ്ടെങ്കിൽ ഈ സമൂഹത്തിൻ്റെ പിന്തുണ കൊണ്ട് മാത്രമാണ് അത് സാധ്യമാവുന്നത്. അവരുടെ കഴിവുകളും അവരുടെ എല്ലാ തരത്തിലുള്ള ജന്മവാസനകളും ഉയർച്ചയ്ക്ക് ഉപോത്ഫലകമായിട്ട് നിൽക്കുന്ന കാരണങ്ങളും ഘടകങ്ങളുമാണെങ്കിൽ തന്നെ ഒരു പ്രത്യേക കാര്യം മനസ്സിലാക്കാനുള്ളത്, അതിനെ അംഗീകരിച്ചു കൊടുക്കുന്ന ഒരു സമൂഹം പുറകിലുണ്ടെങ്കിലല്ലേ ഇതൊക്കെ വെളിച്ചം കാണുള്ളൂ. അപ്പോൾ നമ്മൾ വന്ന വഴി മറക്കാതിരിക്കുക, വളരെ
ആത്മവിശ്വാസത്തോടുകൂടെ ഉയർച്ചയിലേക്കുള്ള എല്ലാ പടവുകളും ചവിട്ടിക്കയറുമ്പോൾ ഇനി ഒരിക്കലും തിരിച്ചിറങ്ങേണ്ടി വരരുതേ ഭഗവാനെ എന്നുള്ള ചിന്തയോടുകൂടെ വേണം കയറാൻ. അപ്പോൾ അതിനു വേണ്ടി നമ്മൾ ചില കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. മനസ്സിലായോ? അതായത് ഈ ലോകത്തെ മുഴുവൻ ജനങ്ങളെയും ഒറ്റ നൂലിൽ കോർത്ത മാലകളായിട്ട് മനസ്സിലകക്കണ്ണിൽ കണ്ടാൽ മാത്രം മതി. നമ്മുടെ നേട്ടങ്ങൾക്ക് വേണ്ടി ഈ മുട്ടനാടുകളെ തമ്മിൽ ഇടികൂടിച്ച് ചോര കുടിച്ച കുറുക്കനാകാതിരിക്കണം. അങ്ങനെ വരുമ്പോൾ ഉണ്ടാകുന്ന വിഷമങ്ങൾ നമ്മൾ മാത്രമല്ല അനുഭവിക്കുക, നമ്മുടെ കുടുംബം, നമ്മുടെ ഭാവി തലമുറ, നമ്മുടെ പേര്, പ്രശസ്തി എല്ലാം അതിൽ അനുഭവിക്കേണ്ടി വരും. അപ്പോൾ അത് ചിലപ്പോൾ വലിയ കുറ്റമൊന്നും ആയിരിക്കില്ല, പക്ഷെ കുറേ പേരുടെ മനസ്സിലെങ്കിലും വലിയ കുറ്റങ്ങളാകുന്ന പ്രവൃത്തികളായി പോയാൽ അറിഞ്ഞോ അറിയാതെ നമ്മുടെ കഷ്ടകാല സമയം കൂടി ഒരുമിച്ച് വന്നാൽ തീർന്ന്. മനസ്സിലായോ? അതുകൊണ്ട് പിന്നെ എനിക്ക് ഏറ്റവും വിനീതമായിട്ട് പറയാനുള്ളത്, നമ്മുടെ ഭാഗത്തുനിന്ന് 100% തെറ്റല്ല എന്ന് ഉറപ്പുള്ള ഒരു കാര്യമാണെങ്കിൽ പോലും ഒരു 10% പേർക്ക് തെറ്റായി തോന്നുന്ന ഒരു കാര്യത്തിന് വേണ്ടി നിശബ്ദമായ രീതിയിൽ മറുപടി പറയുന്നത് നല്ലതാണ്. അത് മൗനം അവലംബിക്കൽ പ്രശ്നങ്ങളെ സങ്കീർണമാക്കാതിരിക്കാൻ വളരെ ഗുണം ചെയ്യും. അതോടൊപ്പം തന്നെ തെറ്റാണെന്ന് കുറച്ചു പേർക്കെങ്കിലും തോന്നിയൊരു കാര്യമാണെങ്കിൽ നമ്മുടെ നിലയും വിലയും ഒന്നും നോക്കാതെ ഒരു ഖേദപ്രകടനം നടത്തുമ്പോൾ ഒരു പുതുമഴ പെയ്ത സുഖമുണ്ടാകും. അതുകൊണ്ട് സമൂഹത്തിലുള്ളവർക്കും സമാധാനം കിട്ടും, നമുക്കും മനസ്സമാധാനം കിട്ടും. ഛേദമില്ലാത്ത ആ ഒരു ചെറിയ പ്രവൃത്തി ചെയ്യുമ്പോൾ നമ്മളാണ് മറ്റുള്ളവർക്ക് മുന്നിൽ വലുതാകുന്നത്. അപ്പോൾ ക്ഷമ, സഹനം, സ്നേഹം, സ്വരുമ, അനുതാപം തുടങ്ങിയ നല്ല ഗുണങ്ങളൊക്കെ തന്നെയാണ് എല്ലാ മനുഷ്യൻ്റെ ഉള്ളിലും വാഴുള്ളൂ. ഈ സമൂഹത്തിലെ എല്ലാവരും നമുക്ക് വേണം. പരസ്പരം പോരടിക്കാനും മത്സരിക്കാനും ഒന്നും നമുക്കുള്ള ജീവിതം നമുക്കില്ലെന്നേ. നമുക്കെല്ലാവർക്കും ഒരേ കൂട്ടത്തിൽ ജീവിക്കാം, പരസ്പരം സഹകരിച്ചുകൊണ്ട് ജീവിക്കാം. മനസ്സിലായോ? നമ്മൾ എല്ലാ കാര്യങ്ങളിലും സ്നേഹം എന്ന ഒറ്റ വലിയ വിഷയത്തിൽ ഊന്നി നിന്നുകൊണ്ട് നമുക്ക് ജീവിക്കാം. അപ്പോൾ എത്ര വലിയവരോടും, എത്ര വലിയ സ്വപ്നങ്ങൾ കാണുന്നവരോടും, എത്ര ഉയരത്തിലെത്താൻ ആഗ്രഹിക്കുന്നവരോടും എനിക്ക് ഏറ്റവും എളിയ രീതിയിൽ ജീവിക്കുന്ന ഒരാളെന്ന നിലയിലുള്ള ഒരു വിനീതമായ അപേക്ഷ, നമ്മുടെ ജീവിതത്തിൻ്റെ ലക്ഷ്യം മറക്കാതിരിക്കുക. ആ ലക്ഷ്യം സഹജീവികളോടൊത്തുള്ള സമാധാനപരമായ സഹവാസം കൂടിയാണെന്ന വലിയ അർത്ഥം ഒരിക്കലും മറക്കാതിരിക്കുക. എന്നെക്കാളും അറിവും വിവരവും കഴിവുമുള്ള ഉയരങ്ങളിലെത്തിയ എല്ലാ ജനവിഭാഗങ്ങളെയും മനസാ ശിരസാ നമിച്ചുകൊണ്ട് അവരുടെ ആ കഴിവിനെയും പ്രാവണ്യത്തെയും ഒരിക്കലും ഞാൻ കുറച്ച് കാണില്ല, അവമതിച്ച് കാണുകയല്ല. അങ്ങനെയുള്ള ഒരുപാട് ആളുകൾ ഇനിയും നമുക്കിടയിൽ നിന്നുണ്ടായി വരട്ടെ. പക്ഷേ ആരും കല്ലേറ് കൊള്ളാതെ സന്തോഷമായി അവരുടെ പടവുകൾ കയറാനുള്ള സാഹചര്യം ഉണ്ടാവട്ടെ. അതിനുള്ള അവസരം ആ പടവുകൾ കയറുന്നവർ തന്നെ ഉണ്ടാക്കട്ടെ എന്ന എൻ്റെ അഭിപ്രായം മാത്രം നിങ്ങളോട് ഷെയർ ചെയ്യാണ്. ഈ വിഷയം ഇഷ്ടമാവുമോ എന്ന് എനിക്കറിയില്ല. സമകാലികമായ പല പ്രശ്നങ്ങളിൽ നമ്മുടെ പ്രിയപ്പെട്ടവർ രണ്ടു കൂട്ടരും, പൊതുജനവും ഈ ബലിയാടാക്കപ്പെട്ടവരുമെല്ലാം നമ്മുടെ പ്രിയപ്പെട്ടവരായതുകൊണ്ട് എനിക്ക് അത്തരത്തിൽ നിങ്ങളോടൊരു അപേക്ഷ മാത്രം. എൻ്റെ പവർ ഇത് മുന്നിടയ്ക്ക് പോയിട്ടുണ്ട്. അതുകൊണ്ട് ഞാനിപ്പോൾ തൽക്കാലം ഇത് നിർത്തട്ടെ. ക്ഷമയോടുകൂടെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളെല്ലാവരിലേക്കും ഒന്ന് ഷെയർ ചെയ്യണമെന്ന ആഗ്രഹത്തോടു കൂടെ നിർത്തുന്നു. സ്വന്തം സുജ.